ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കനും വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ 2 തണ്ട് സ്പ്രിംഗ് ഒണിയൻ, ഇതുപോലെ ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് സെലറി ഉണ്ട്. ഇതൊന്നും ഫുള്ള് നമ്മൾ ചേർക്കില്ല കേട്ടോ, കുറച്ചായിട്ടേ ചേർക്കുള്ളൂ. പിന്നെ ഞാൻ കാബേജ് എടുത്തിട്ടുണ്ട്, ബേബി കാബേജ് ആണ്. കാബേജ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ, ഇത് ഇവിടുന്ന് ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം നിങ്ങൾ കാബേജ് എടുത്താൽ മതി. ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. വെജിറ്റബിളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. മഷ്റൂം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അതുപോലെ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ബീൻസും കൂടി എടുക്കുന്നുണ്ട്. നമ്മൾ തോരനൊക്കെ വെക്കുന്ന ബീൻസ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ 2 പീസാണ്. എല്ലുള്ള പീസ് തന്നെ വേണം കേട്ടോ. നമ്മളിത് വേവിക്കുമ്പോൾ എല്ലിലത്തെ എല്ലാ വാട്ടറും നമ്മുടെ സൂപ്പിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലുള്ള പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ പാനിലേക്ക് ആ 2 പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 കപ്പ് മീൻസ് 250 ml മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, അതിൽ 4 കപ്പാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഹാഫ് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കന് ഹാഫ് കുക്കായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 2 ടേബിൾ സ്പൂണോളം ബീൻസ് ആണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കാബേജും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ഒരു 1/2 കപ്പ് ഉണ്ട്, അതുപോലെ കാബേജും ഒരു 1/4 കപ്പോളം ഉണ്ടാവും. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, അത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കന് ബാക്കി വേവുന്ന സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിളും കൂടി അതിൽ കിടന്നിട്ട് കുക്കായി കിട്ടും. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഫൈനായി പൊടിച്ചതാണ്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മളൊരു 4 മിനിറ്റ് വരെ വീണ്ടും വെയിറ്റ് ചെയ്യുക. കവർ ചെയ്തിട്ട് 4 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ നമ്മുടെ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് സെലറി കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം സെലറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിൽ മീറ്റൊക്കെ ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ്, അതും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലുള്ള പീസായത് നമ്മൾ മാറ്റിയതാണ്, അതിലത്തെ ബാക്കി മീറ്റാണ്. പിന്നെ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോളം ഗാർലിക്കാണ് കേട്ടോ, ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ സൂപ്പിന് കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ, നമ്മളതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളമാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റിയും ഉണ്ട്. നമുക്ക് ജലദോഷം, ചുമ, അതുപോലെ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചല്ലോ, അപ്പോൾ അതൊക്കെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് സോയ സോസാണ്, അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഒന്ന് തിളച്ച് വരണം. നമുക്കതിന് ശേഷം വേണ്ടത് 1/2 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൗഡറാണ്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഓവറായിട്ട് ചേർത്താൽ നമ്മുടെ സൂപ്പ് തിക്കായിട്ട് മാറും. പിന്നെ കോൺഫ്ലവർ 2-3 ടൈപ്പ് ഉണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ളതുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള കോൺഫ്ലവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സൂപ്പൊക്കെ നന്നായി തിളച്ച് മറിയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കട്ടി നോക്കണം. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ആഡ് ചെയ്താൽ മതി. ആദ്യം ഒന്ന് 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂണോളാണ് ഞാൻ ആദ്യം ചേർത്തത്. അപ്പോൾ ഇതാ തിക്കായിട്ടില്ല, ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കോൺഫ്ലവറിൻ്റെ പൊടി നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ. നല്ലൊരു സെമി ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഫൈനലായിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഷുഗറാണ് കേട്ടോ. ഇത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ സൂപ്പ് കുടിക്കുമ്പോൾ അവരെന്തായാലും ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് തരിക. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മിക്സഡ് ചിക്കൻ വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വെജിറ്റബിളൊക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.